നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കോയിൻ DCX എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി ആപ്ലിക്കേഷൻ, ഇന്ത്യയുടെ തന്നെ ആപ്പാണ്. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കാം, അതിലെ KYC വെരിഫിക്കേഷൻ, പിന്നെ അതിലെ ട്രേഡിങ് എങ്ങനെ ചെയ്യാം, വിഡ്രോവൽ എങ്ങനെ ചെയ്യാം, അതുകൂടാണ്ട് അതിൽ ഇപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ദീപാവലി ഓഫറായിട്ട് ഇപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താണ് റെഫറൽ ലിങ്ക് വെച്ചിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും 200 രൂപയുടെ എതീറിയം കിട്ടും, എനിക്കും 200 രൂപയുടെ എതീറിയം കിട്ടും. അപ്പോൾ അത് ഒരു 2 ദിവസത്തേക്കുള്ള ഓഫറുള്ളൂ. അതായത് ഇന്നും നാളത്തേക്കും കൂടിയുള്ള ഓഫറുള്ളൂ. അതായത് 5-ാം തീയതി വരെയാണ് ഈ ഓഫറുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപയുടെ ബിറ്റ് കോയിൻ ആയിരിക്കും. അപ്പോൾ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം അക്കൗണ്ട് ഉണ്ടാക്കണം, KYC വെരിഫൈ ചെയ്യണം. അത് കഴിഞ്ഞ് അതിലൊരു ട്രേഡും നടത്തിയാൽ മാത്രമാണ് ഈ ഒരു റെഫറൽ റിവാർഡ് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണ് കാണിച്ചു തരാൻ പോകുന്നത്. എൻജോയ് ടെക് വിത്ത് SNK. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ റെഫറൽ ലിങ്ക് വെച്ച് നിങ്ങൾ ജോയിൻ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു റിവാർഡ് കിട്ടുള്ളൂ. ഒന്നെങ്കിൽ എൻ്റെ റെഫറൽ ലിങ്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ചെയ്യണമെങ്കിൽ അവരുടെ റെഫറൽ ലിങ്ക് യൂസ് ചെയ്യാം, അവർക്ക് അഡ്വാൻറ്റേജ് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലെ റെഫറൽ ലിങ്ക് യൂസ് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലോട്ടായിരിക്കും പോണത്. നിങ്ങളുടെ ഇപ്പോൾ ഐഫോൺ ആണെങ്കിൽ iOSൻ്റെ ആപ്പ് സ്റ്റോറിലോട്ടായിരിക്കും പോണത്. എന്നിട്ട് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. അതിൽ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫുൾ നെയിം അടിക്കണം. അപ്പോൾ പാൻ കാർഡിലുള്ള ഫുൾ നെയിം, പാൻ കാർഡിൽ കൊടുത്താണ് അതേ നെയിം അതുപോലെ തന്നെ അടിക്കുക, ഇനീഷ്യലൊക്കെ കറക്റ്റായിട്ട്. എന്നിട്ട് ഇമെയിൽ ID അടിക്കുക, പാസ്വേഡ് അടിക്കുക, എന്നിട്ട് കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ ഇത് ന്യൂ യൂസേഴ്സിനുള്ള ഓഫറാണ്. ന്യൂ യൂസറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓരോ ഓഫർ കിട്ടും. അതായത് ഇത്രയും നാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപയുടെ ബിറ്റ് കോയിൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ 100 രൂപയുടെ എതീറിയാക്കി പുതിയതായിട്ട് ജോയിൻ ചെയ്യണവർക്ക്, റെഫറൽ വഴി ജോയിൻ ചെയ്യണവർക്ക്. പിന്നെ അവരിപ്പോൾ ദീപാവലി ഓഫറായിട്ട് ഇപ്പോൾ 5-ാം തീയതി വരെ 200 രൂപയുടെ എതീറിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 5-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപയുടെ എതീറിയാണ് കിട്ടുള്ളൂ. അപ്പോൾ ഇമെയിൽ ID പാസ്വേഡ് ഫുൾ നെയിം എല്ലാം അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇമെയിൽ IDയിലായിട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അത് നമ്മൾ ഇമെയിൽ ID പോയിട്ട് അത് അടിച്ചു കൊടുക്കണം. ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കലാണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലായിട്ട് ഒരു OTP വരും, അത് ഇതിൽ അടിച്ചു കൊടുക്കണം. ഓക്കെ, നമ്മുടെ ഒരു അക്കൗണ്ട് വന്നിട്ടുണ്ട്. അക്കൗണ്ട് വന്നു കഴിയുമ്പോൾ ഇനി നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസാണ് ആഡ് ചെയ്യാനുള്ളത്. അത് നമുക്ക് ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായിട്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ആഡ് ചെയ്യാം. ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായിട്ട് ആഡ് ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ അക്കൗണ്ടിൽ പോയിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. നമുക്ക് ആഡ് ബാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ അക്കൗണ്ട് നമ്പർ ഉണ്ട്, വീണ്ടും അക്കൗണ്ട് നമ്പർ അടിക്കുക, പിന്നെ IFSC കോഡ് അടിക്കുക. അപ്പോൾ അതൊക്കെ അടിച്ചിട്ട് പ്രൊസീഡ് അടിക്കുക. ഈ കൺഫേം എന്നുള്ള ടിക്ക് കൊടുക്കണം, എന്നിട്ട് പ്രൊസീഡ് അടിക്കുക. അപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ ഫോൺ നമ്പറായിട്ട്, ബാങ്കായിട്ട് ലിങ്ക് ചെയ്താണ് ഫോൺ നമ്പറിലായിട്ട് OTP വരും, അത് അടിച്ചു കൊടുക്കണം. എന്നിട്ട് വെരിഫൈ OTP എന്നുള്ള അടിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ ഫണ്ട് ആഡ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് KYC ചെയ്യാം, എന്നിട്ട് നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാം. ഫണ്ട് ആഡ് ചെയ്ത് ഒരു ട്രേഡ് നടത്തിയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഓഫർ കിട്ടുള്ളൂ. ഈ ഒരു ഓഫർ മാത്രമല്ല, ഏത് ഓഫറും കിട്ടുള്ളൂ. അപ്പോൾ ട്രേഡ് നടത്തുന്നതിന് മുമ്പ്, ഫണ്ട് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് KYC കംപ്ലീറ്റ് ചെയ്യാം. ഇതിപ്പോൾ ജസ്റ്റ് ബാക്ക് അടിച്ചു ഞാൻ, ആഡ് ഫണ്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് അടിച്ചു ഞാൻ. ഇനി നമുക്ക് ജസ്റ്റ് KYC കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാം. ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് ട്രേഡ് KYC കംപ്ലീറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ഈ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സെക്യൂരിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ. 2FA ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് സെറ്റിങ്സിൽ പോവുക. അക്കൗണ്ട് സെറ്റിങ്സിൽ പോയിട്ട് കംപ്ലീറ്റ് യുവർ KYC എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ് യുവർ KYC എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ KYC ഇല്ലാണ്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. 10,000 ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. വിഡ്രോവലും 10,000 വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ KYC ആണെങ്കിൽ നമുക്ക് ലിമിറ്റ്ലെസ് ട്രേഡിംഗ് ആയിരിക്കും. KYC കംപ്ലീറ്റ് ചെയ്താലായിരിക്കും നമുക്ക് മറ്റേ ആ ഒരു റിവാർഡൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ KYC കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ കണ്ടിന്യൂ അടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആധാർ കാർഡോ അല്ലെങ്കിൽ പാസ്പോർട്ടോ യൂസ് ചെയ്യാം, പാൻ കാർഡ് യൂസ് ചെയ്യാം. ഇത്തരം സംഭവങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളൂ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ കണ്ടിന്യൂ അടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ വൈൽ യൂസിങ് ആപ്പ് എന്നുള്ളത് നമ്മൾ ആ ഒരു പെർമിഷൻ കൊടുത്താണ്. പെർമിഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് സെൽഫി എടുക്കണം. സെൽഫി എടുത്തിട്ട് നമ്മുടെ സെൽഫി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലുക്ക് സ്ട്രെയിറ്റ് ആൻഡ് മേക്ക് ഷുവർ യുവർ ഐസ് ആർ ക്ലിയർലി വിസിബിൾ. ഇഫ് യു വിയർ ഗ്ലാസസ് പ്ലീസ് റിമൂവ് ദം എന്നൊക്കെ എഴുതിയുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് നമ്മൾ സെൽഫി എടുക്കണം. സെൽഫി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. അപ്പോൾ ഞാൻ സെൽഫി എടുക്കുവാണ്.
നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഫ്രണ്ട് ഓഫ് യുവർ കാർഡാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്യാമറ വെച്ചിട്ട് നമ്മുടെ കാർഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഫോട്ടോ എടുക്കുക. അടുത്ത് ബാക്ക് സൈഡിൻ്റെ ഫോട്ടോയാണ്. ബാക്ക് സൈഡിൻ്റെ ഫോട്ടോ എടുക്കുക. അപ്പോൾ സെൽഫി എടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫേസ് മാത്രം എടുത്താൽ മതി. ഒരു റൗണ്ട് ഏരിയ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ നമ്മുടെ ഫേസ് മാത്രം എടുത്താൽ മതി. വേറെ നമുക്ക് ഫുള്ളായിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമ്മുടെ പാൻ കാർഡിൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ പാൻ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡിൻ്റെ ഫോട്ടോയും കൂടി എടുക്കണം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ KYC സബ്മിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. അത് കഴിയുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പറയണത്. അപ്പോൾ നമ്മൾ ഓക്കെ അടിക്കുക. ഓക്കെ, നമ്മുടെ KYC അപ്രൂവ് ആയിട്ടുണ്ട്. വെറും 5-10 മിനിറ്റാണ് എടുക്കുള്ളൂ KYC അപ്രൂവ് ആകാനായിട്ട്. ഇനി നമുക്ക് ട്രേഡിങ് ചെയ്യാം. അപ്പോൾ KYC അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് റെഫറൽ റിവാർഡ് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് KYC ആദ്യമേ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഇനി നമുക്ക് Coin DCX ഓപ്പൺ ചെയ്യാം. ഇനി ഇതിൽ ഫണ്ട് ആഡ് ചെയ്യാം. ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് ആഡ് ഫണ്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ആഡ് ഫണ്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ ഇതിൽ ഒരു ട്രേഡ് നടത്തി കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം 500 രൂപ ഉണ്ടെങ്കിലാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് നടത്താനായിട്ട് ജസ്റ്റ് ട്രേഡ് നടത്തിയിട്ട് അപ്പോൾ തന്നെ വിഡ്രോ അടിക്കാനാണെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 510 ആഡ് ചെയ്യാം. 510 ജസ്റ്റ് ആഡ് ചെയ്യാം. 510 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കോയിൻ വാങ്ങിക്കുക, എന്നിട്ട് അപ്പോൾ തന്നെ വിൽക്കുക, എന്നിട്ട് വിഡ്രോ അടിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ട്രേഡിങ് കഴിയും. അപ്പോൾ നമുക്ക് ആ ഒരു റെഫറൽ റിവാർഡ് കിട്ടും. അപ്പോൾ 510 ആഡ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂ അടിക്കുകയാണ്. കണ്ടിന്യൂ അടിച്ച് കഴിയുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഗൂഗിൾ പേ UPI വഴി ആഡ് ചെയ്യാം. ഫ്രീ ആണ്, ഫീസൊന്നുമില്ല. അപ്പോൾ UPI വഴിയാണ് ഞാൻ ആഡ് ചെയ്യണത്. ഗൂഗിൾ പേ ഒക്കെ വെച്ച് ആഡ് ചെയ്യും. അപ്പോൾ കണ്ടിന്യൂ അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ UPI ID ചോദിക്കും. UPI ID എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ പേയിലുള്ള ID @OKSBI എന്നൊക്കെ പറഞ്ഞിട്ടൊരു ID ഉണ്ടാവും. SBI ബാങ്കിൻ്റെ ആണെങ്കിൽ, വേറെ ബാങ്കാണെങ്കിൽ വേറെ ആയിരിക്കും കഴിഞ്ഞിട്ട്. അപ്പോൾ അത് നിങ്ങളുടെ നെയിം വെച്ചിട്ടായിരിക്കും. ആ ഒരു UPI ID നിങ്ങൾ അടിക്കാനായിട്ട് വെരിഫൈ ആൻഡ് പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പേ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഗൂഗിൾ പേയിലായിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ പേയിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ UPI പിൻ അടിച്ചിട്ട് അത് അപ്രൂവ് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ അപ്രൂവ് ചെയ്യാണ്. ഞാൻ അതിൻ്റെ കൂടുതൽ കാണിക്കാനുള്ള. അപ്പോൾ അയച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ അപ്ഡേറ്റ് ആയി വരും. പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറയും. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു കോയിൻ ബൈ ചെയ്തിട്ട് അത് സെല്ല് ചെയ്തിട്ട് വിഡ്രോ അടിക്കണം നോക്കാം. അപ്പോൾ മൈ ഇൻവെസ്റ്റ്മെൻറ്റ് പോവാണ് ഞാൻ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോയിൻ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ മേടിച്ചിടാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ നിന്ന് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് മേടിക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ബിറ്റോറൻറ്റ് മേടിക്കുകയാണ്. ബിറ്റോറൻറ്റ് എന്നിട്ട് ബൈ ബിറ്റോറൻറ്റ് അടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും എത്ര റുപ്പീസിനാന്ന് ചോദിക്കും. അപ്പോൾ 500 രൂപയ്ക്ക് മേടിക്കണമെന്നില്ല, 100 രൂപയ്ക്ക് മേടിക്കാം. ഓക്കെ, 100 രൂപയ്ക്ക് ബൈ അടിക്കുകയാണ്. ഇത് സ്വൈപ്പ് ടു ബൈ സ്വൈപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വ്യൂ പോർട്ട്ഫോളിയോ അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ റീഫ്രഷ് അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബിറ്റോറൻറ്റ് നമ്മൾ മേടിച്ച ബിറ്റോറൻറ്റ് ആഡായി വന്നിട്ടുണ്ട്. ജസ്റ്റ് സിമ്പിളാണ്, ചുമ്മാ ക്ലിക്ക് ചെയ്യുക, ബൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് സെല്ല് ചെയ്യാൻ നോക്കാം. സെല്ല് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ 312 BTT ഉണ്ട്. അത് അപ്പോൾ തന്നെ സെല്ല് ചെയ്യാൻ പോവാണ്. സെല്ല് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് സെല്ലടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെക്ക് BTCയുടെ ബാലൻസ് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ 99 രൂപയാണ് കിട്ടുള്ളൂ. കാരണം ഇപ്പോൾ പ്രൈസ് ഇച്ചിരി കുറഞ്ഞു. എന്നാലും ഞാൻ സെല്ലടിക്കുകയാണ്. സ്വൈപ്പ് ടു സെല്ലടിച്ചു. അപ്പോൾ നമ്മുടെ റിവ്യൂ ഇടാനായിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ നോട്ടിന് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ നോക്കുക. പോർട്ട്ഫോളിയോയിൽ 509 രൂപയുണ്ട്. 1 രൂപയുടെ നഷ്ടമുള്ളൂ. ഞാനിപ്പോൾ ജസ്റ്റ് വിഡ്രോ അടിക്കണം കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സെല്ല് ചെയ്തതാണ്. അപ്പോൾ ഈ മെയിലിൽ നിങ്ങൾ നോക്കുക. ഇപ്പോൾ നമ്മുടെ KYC കംപ്ലീറ്റ് ആയി, നമ്മുടെ ട്രേഡ് കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. ഇനി വിഡ്രോ ചെയ്യണതിന് ഞാൻ കാണിച്ചുതരാം. അതിന് മുമ്പ് ഈ മെയിൽ നോക്കുക. അപ്പോൾ റിവാർഡ്സ് വിൽ ബി ക്രെഡിറ്റഡ് ടു യുവർ വാളറ്റ് വിത്തിൻ 4 to 5 വർക്കിംഗ് ഡേയ്സ് എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഇന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ 4-5 ദിവസം കഴിയുമ്പോഴേക്കാണ് നമ്മുടെ റിവാർഡ് നമ്മുടെ വാളറ്റിലായിട്ട് ക്രെഡിറ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ നാളെയാണ് ചെയ്യണമെങ്കിൽ നാളെ നിങ്ങൾക്ക് 200 രൂപയുടെ എത്തിയറിയാൻ കിട്ടും. നാളെ കഴിഞ്ഞായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപയുടെയാണ് കിട്ടുള്ളൂ. ദീപാവലി ഓഫർ കഴിയും. അപ്പോൾ അങ്ങനെയാണ് അവർ എഴുതിയാണ്. ഇവരുടെ ഒരു മെയിലാണിത്, അതിൻ്റെ സ്ക്രീൻഷോട്ടാണിത്. ഇതിൽ 4-5 ദിവസത്തിനുള്ളിലാണ് നമുക്ക് ആ ഒരു റിവാർഡ് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക, KYC ചെയ്യുക, ട്രേഡ് നടത്തി കഴിഞ്ഞിട്ട് 4-5 ദിവസം കഴിയുമ്പോൾ നമുക്ക് റെഫറൽ റിവാർഡ് കയറും. ഇനി ഞാൻ വിഡ്രോ ചെയ്യണ എൻ്റെ ട്യൂട്ടോറിയൽ കാണിച്ചു തരാം. വിഡ്രോ ചെയ്യാനായിട്ട് മൈ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ പോവുക. മൈ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേറൊരു സംഭവമുണ്ട്. നമുക്ക് നമ്മുടെ ഈ ഒരു ടോട്ടൽ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ കാണിച്ചാണോ നമുക്ക് 0.17% ടോട്ടൽ റിട്ടേൺസ് പെർസെൻറ്റേജ് വെച്ച് കിട്ടും. നമ്മളിവിടെ ഏതെങ്കിലും കോയിൻ മേടിച്ച് വെച്ചാണെങ്കിൽ നമുക്ക് മന്ത്ലി ഇത്രയും സ്റ്റേക്കിംഗ് പോലെയുള്ള റിവാർഡ് പോലെ കിട്ടുമെന്ന് തോന്നുന്നു.
കാര്യമായിട്ട് അറിയില്ല. ഞാൻ CoinDCXൽ ആദ്യമായിട്ടാണ് ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിത് വിഡ്രോ അടിക്കാം. നമ്മുടെ ഫണ്ട് അക്കൗണ്ടിൽ പോകാം. അക്കൗണ്ടിൽ പോയി കഴിയുമ്പോൾ നമ്മുടെ ഫണ്ട് കിടക്കണ കാണാൻ പറ്റും. ഇവിടെ കണ്ടോ ഫണ്ട്, അക്കൗണ്ടിൽ പോയി കഴിയുമ്പോഴാണ് ഫണ്ട് കാണുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു അവൈലബിൾ ടു ഇൻവെസ്റ്റ് എന്നുള്ളതിൽ ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താണ് കാണിച്ചിട്ടുണ്ട് 510 രൂപ. ഇപ്പോൾ നമുക്ക് 509.75 ഉണ്ട്. അപ്പോൾ വിഡ്രോ ഫണ്ട്സ് ക്ലിക്ക് ചെയ്യാണ്. വിഡ്രോ ഫണ്ട്സ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ വിഡ്രോ ഫണ്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ വിഡ്രോവൽ എടുക്കാനായിട്ട് നമുക്ക് ഏകദേശം 3 to 4 വർക്കിംഗ് ഡേയ്സ് എടുക്കുന്നതാണ് പറഞ്ഞാൽ. ഓൾ വിഡ്രോവൽ വിൽ ബി പ്രോസസ്ഡ് ഇൻ 3 to 4 വർക്കിംഗ് ഡേയ്സ് എന്നാണ് കാണിച്ചത്. അപ്പോൾ നമ്മൾ വിഡ്രോ അടിക്കുകയാണ് ഞാൻ. ഇപ്പോൾ എൻ്റർ എമൗണ്ട് 100% കൊടുത്തു. 100% എന്ന് വെച്ചാൽ മൊത്തം നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. എന്നിട്ട് വെരിഫൈ അടിച്ചു. വെരിഫൈ അടിച്ച് കഴിയുമ്പോൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലായിട്ട് OTP വരും, അത് അടിച്ചു കൊടുക്കണം. അപ്പോൾ കൺഫേം അടിച്ചു. കൺഫേം അടിച്ച് കഴിയുമ്പോൾ റിക്വസ്റ്റ് റിസീവ്ഡ് 550.74 രൂപ ക്രെഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ ശരിയാവുമായിരിക്കും. അത്രയൊന്നും എടുക്കില്ല ശരിക്കും 1-2 മണിക്കൂറിനുള്ളിൽ കയറുമായിരിക്കും. IMPS ആണെങ്കിൽ 1-2 മണിക്കൂറിനുള്ളിൽ കയറും. ഇത് എന്തൊരു സമയം എടുക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ വിഡ്രോയിൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ വിഡ്രോയിൽ അടിച്ച് കയറാനായിട്ട് ഒരു 10 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെയാണ് എടുക്കുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ബാങ്കിലായിട്ട് വിഡ്രോയിൽ കയറും. പിന്നെ റെഫറൽ റിവാർഡ് കയറാനായിട്ട് 4 to 5 ദിവസമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ 4 to 5 ദിവസം കഴിയുമ്പോൾ 200 രൂപയുടെ Ethereum കിട്ടും. അപ്പോൾ അത് അൺലോക്ക് ചെയ്യാനായിട്ട് 1 മാസം കഴിഞ്ഞൊക്കെ ആയിരിക്കും ചിലപ്പോൾ അൺലോക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഇങ്ങനെ മൈ ഇൻവെസ്റ്റ്മെൻറ്റിൽ പോയി കഴിയുമ്പോൾ ഇവിടെ Ethereum എന്ന് പറഞ്ഞ് കിടക്കും. അപ്പോൾ അത് അൺലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് 1 മാസം വെയിറ്റ് ചെയ്യണമെന്നോ അങ്ങനെ വല്ലതൊക്കെ പറഞ്ഞേക്കാം. അപ്പോൾ എന്തായാലും 4-5 ദിവസം കഴിഞ്ഞാണ് റിവാർഡ് കയറുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സെക്യൂരിറ്റിയിൽ പോയിട്ട് ഒതൻറ്റിക്കേറ്ററിൻ്റെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. അപ്പോൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഫണ്ട്സ് വിഡ്രോ ചെയ്യണമെങ്കിൽ വിഡ്രോ ചെയ്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്ത് ചെയ്യാം. പിന്നെ ഒരു ദിവസത്തേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ അക്കൗണ്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു റൂൾ വെച്ചാണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.